30 രൂപ ഉളകട പന്നി നമ്മള് പ്രണയത്തിലായി. അല്ല സൂപ്പർ ഭാവമില്ല, നിന്റെ സൂപ്പർ ഭാവം. എന്താ ശരിക്കും പേര് ശരത്? ഞാൻ അതിനോട് 1000 വട്ടം പറഞ്ഞു, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് ഓർമ്മിപ്പിക്കരുത്. ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ ചെയ്യണം ആഗ്രഹമാണ്. നമ്മൾ ആകെ ഇന്ന് വിചാരിച്ചു ജോളച്ചിപ്പെടുത്ത് പിന്നെ കുറച്ച് ബ്രാൻഡ് അംബാസിഡർ കോൺട്രാക്ട്സ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് കോർപ്പറേറ്റ് മീറ്റിംഗ്സ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യം. ഇവരിങ്ങനെ ആലോചിക്കുന്നത് എന്റെ പ്രായത്തിലുള്ള ഒരാള് എന്റെ വീട്ടിലൊന്നും എല്ലാം പൂക്കിയല്ലേ. എനിക്ക് ഫുഡ് കിട്ടിയില്ല, ഭയങ്കര ഒരു ടെൻഷനാണ്. എനിക്ക് അറിയില്ല ഇവനിങ്ങനെ ഒരു കള്ളനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു മാസത്തോളം ഇതെന്ന് പറഞ്ഞാ ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇവരുടെ ഇന്റർവ്യൂ എടുക്കൂ, ഈ ഒരു ഗ്യാങ് ഇന്റർവ്യൂ എടുക്കുമെന്ന്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ദ MRZ ഗ്യാങ്. നമസ്കാരം. എല്ലാരും ഭയങ്കര ഒച്ചപ്പാടും ബഹളാണല്ലോ വന്നപ്പോ തന്നെ. ക്യാമറ റോളിംഗ് ആയി തുടങ്ങിയില്ലേ? എല്ലാരും ഇങ്ങനെ ഒരു ഇരുത്തേക്കും. വേറെ ബുദ്ധിങ്ങി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബുദ്ധിങ്ങി ബുദ്ധിങ്ങി മീൻസ് വിഴുങ്ങിയതാണ്. നമ്മള് ഏടെ പരിപാടിക്ക് പോയാലും ഇവന്മാര് ക്യാമറ ഓണാകുന്നതിന് തൊട്ട് മുമ്പ് ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ബുദ്ധിങ്ങും മീൻസ് വീഴുന്നു. ഈ ഇന്റർവ്യൂ ഇപ്പൊ നടന്ന് തീരുന്നതിന്റെ ഇടക്ക് കുറെ പ്രാവശ്യം കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ബുദ്ധിങ്ങി. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞത് ആക്റ്റീവൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മള് വീടിന്റെ ഉള്ളില് നമ്മളെ കംഫർട്ട് സോൺ. ഇതിപ്പോ അറിയാത്ത ആൾക്കാർ മൊത്തം അല്ല അറിയാം, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ എല്ലാരും നേരിട്ട് കാണണമെന്ന്. നേരിട്ട് കാണാൻ പറ്റും. ഇപ്പം കണ്ടല്ലോ. എന്തോന്നു സൂപ്പറാ എന്നെ കണ്ടിട്ട്. വീട് എവിടെയാ? മൂവാറ്റുപുഴ. എറണാകുളത്തല്ലേ? ഓക്കെ, അപ്പം തൊപ്പി തന്നെ ഇവിടെ എല്ലാവരെയും തൊപ്പി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. ഇത് അല്ല എങ്ങനെ തുടങ്ങും? എങ്ങനെ അവിടെ ആദ്യം മുതൽ അങ്ങനെ പേരും പിന്നെ ഇവര് എത്രത്തോളം തൊപ്പിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്നുള്ള രീതിക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ആദ്യം തന്നെ ഇത് മമ്മു, MRZ മമ്മു, മോണ്ട മമ്മു എന്ന് അറിയപ്പെടും. മോണ്ട മമ്മു എന്നാണ് ഇവരെ വിളിക്കുന്നത്. നമ്മള് ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോ എത്ര ഫാസ്റ്റിൽ വണ്ടി പോവുകയാണെങ്കിലും ഈ ഹോട്ടലിന്റെ പുറത്ത് ബോണ്ട അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാണും. ഇവൻ കാണുമ്പോൾ നമ്മളെ കൊണ്ട് നിർത്തി അവിടെ ഇറങ്ങി ചായ കുടിക്കാതെ പറയല്ലോ. ഏറ്റവും ഫേവററ്റ് സാധനം ബോണ്ടാണ്. ബോണ്ട മസാല ബോണ്ട, അതുപോലെ നമ്മളെ സുഖിയനും അറിയില്ലേ, ഒരു ചെറുപയറാക്കിട്ട് പഞ്ചസാര നല്ല ടേസ്റ്റ് അല്ല. മമ്മു ഒരു സ്ട്രീമറാണ് എന്നെ പോലെ തന്നെ. ഇവന്റെ ആഗ്രഹം ഒരു പക്ഷെ ഇവന്റെ ആഗ്രഹം സത്യം പറയട്ടെ, സൂപ്പർ ഭാവിയില്ലേ, സൂപ്പർ ഭാവനെ പോലെ ഒരാളാണെന്നാണ് ഇവന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം ഇവനൊരു സ്ട്രീമറായി കാണാനാണ് എന്റെ ആഗ്രഹം. ശരിക്കും ആഗ്രഹം ഇതന്നെ, റീൽസ് എല്ലാം ചെയ്ത്. ഇവന് സൂപ്പർ ഭാവില്ല, നിന്റെ സൂപ്പർ ഭാവ. പിന്നെ അങ്ങനെയാണല്ലോ എല്ലാരും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ ആകെ ഒരു ഇന്റർവ്യൂ ബന്ധമുള്ളൂ. എന്റെ അനിയന്റെ പ്രായമുള്ളൂ, നിന്നെക്കാട്ടും ചെറുതാ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മമ്മൂന്റെ ഐഡൽ എന്ന് പറഞ്ഞ സൂപ്പർ ഭാവയായിരുന്നു. എന്റെ ആഗ്രഹം മമ്മൂന്റെ ഐഡല് ഞാനാവാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ മമ്മൂന്റെ ഐഡല്
സൂപ്പറാവായിരുന്നു. മമ്മൂന് ഇഷ്ടം സൂപ്പറാവാനെ പോലെ വോയിസ് ഓവറിലിട്ട് മറ്റേ എനർജറ്റിക് ബ്ലോഗ് ഈ വോയിസ് ഓവറെല്ലാം കേട്ടിട്ട് ഈ ഇൻസ്റ്റാ വ്ളോഗർ ആകാനാണ് മമ്മൂന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം മമ്മൂ ഒരു സ്ട്രീമറായിട്ട് കാണാൻ. നമുക്ക് നോക്കാം. മമ്മു ശരിക്കും മമ്മുന്റെ ആഗ്രഹം റീൽസ് ഓക്കെ, അടുത്തത് MRZ ജാസി. MRZ ജാസി എന്ന് പറഞ്ഞാൽ അധികം അറിയായിരിക്കും. നമ്മൾ ഈ അടുത്തൊരു 2 മാസമായിട്ടുള്ള 2-3 മാസം മുന്നേ ഞാനൊരു കുക്കിനെ റിക്രൂട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോ നമ്മുടെ ടീമിലേക്ക് പുതിയതായിട്ട് ജോയിൻ ആയിട്ട് വന്ന കുക്കാണ് ജാസി. തൊപ്പിക്ക് ബീഫ് നല്ല മാറ്റം നെയ്യൊക്കെ ബീഫൊക്കെ 3 മാസം കുക്ക് ചെയ്തിട്ടു. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്നാണ് എനിക്കറിയില്ല. അങ്ങനല്ല, അധികം ബീഫ് നെയ്യുള്ള ബീഫ് എന്ന് പറയാ. നീ എന്തൊരു കുക്കാന്നടാ. അല്ല അതന്നല്ലേ. പക്ഷെ ഞാൻ കാര്യം പറയല, ഇവന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചോ നീ എന്തൊരു കുക്കാന്നടാന്ന് ചോദിച്ചോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. അത് എളിമ കാണിക്കില്ല. കുക്കിംഗ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ തട്ടുകടയിലും പിന്നെ അതേപോലത്തെ കാറ്ററിംഗിന്റെ പരിപാടി, പിന്നെ വീട്ടില് ഉമ്മ അത്യാവശ്യം കൈപ്പുണ്ണില്ല വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളും നിർത്തിയൊക്കെ ചെറിയ ചെറിയ ഒന്നല്ല, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഞാനും കുക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി കാണിക്കും. അതറിയില്ലേ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോ ഇവന്റെ കാര്യം എന്തായാലും പറയാം. മമ്മു എങ്ങനെ എന്റെ അടുത്ത് എത്തി എന്നുള്ള കഥ പറയാം. മമ്മു എന്റെ അടുത്ത് എത്തിയത്, അതായത് ആദ്യം നമുക്ക് ഈ ഗ്യാങ് ഒന്നും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പം എനിക്കൊരു കുക്കിനെ വെക്കണം എന്ന് തോന്നി. അതായത് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ആൾക്കാരെ നോക്കി ഒരാളെ സെലക്ട് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല, കിട്ടിയ ആൾക്കാരെ എടുക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പൊ ആദ്യം വന്ന ആളാണ് മമ്മു. മമ്മു കുക്ക് ചെയ്യാൻ അറിയാൻ, ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കി തരാം, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും, അങ്ങനെ പറഞ്ഞ് കുക്കായിട്ട് എന്റെ കൂടെ കേറിയതാ. അതായത് 1 വർഷത്തിന് മുകളിലേ. 1 വർഷത്തിന് മുകളിൽ. 1.5 വർഷമായോ? 1.5 ആയിട്ടില്ല, 1 വർഷമായിട്ട് 1 വർഷത്തിന് മുകളിൽ. ഓക്കെ, അപ്പൊ ഇവൻ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കുക്കൊന്നും ഞാൻ ചെയ്യിപ്പിച്ചില്ല, അധികം കുക്കൊന്നും ചെയ്യിപ്പിച്ചില്ല. ആദ്യം ഒരു ഓംലെറ്റ് അങ്ങനെ എന്തോ എടുപ്പിച്ചിട്ടുള്ളൂ അല്ലെ. ഫസ്റ്റത്തെ വന്ന ദിവസം ഒരു ഓംലെറ്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കിപ്പിച്ചുള്ളൂ. പിന്നെ നമ്മൾ സംസാരിച്ച് കമ്പനിയായി. അങ്ങനെ ഇവനെ കൊണ്ട് ഞാൻ കുക്ക് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് അറിയില്ല ഇവൻ ഇങ്ങനെ ഒരു കള്ളനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ തുടങ്ങിയത്. അതായത് ഇവന് മാസം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും, ആഴ്ചക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും. ആ ബഡ്ജറ്റില് ഇവൻ സാധനം വാങ്ങി ഇവൻ കുക്ക് ചെയ്ത് ഇവൻ എന്താ ഉണ്ടാക്കുന്നത്, എവിടെ ഉണ്ടാക്കുന്നത്, എന്താ വാങ്ങുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാ ദിവസവും ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കാര്യം മനസ്സിലാവുന്നത്. ഇവൻ നൈസായിട്ട് നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റ് പുറത്ത് ഹോട്ടലുകളിൽ എറിഞ്ഞിട്ട് ഫുഡ് വാങ്ങിട്ട് എനിക്ക് തരും. ഒരു തെളിവ് ബാക്കി വെക്കൂല. ഒരു മാസത്തോളം ഇവനെന്നെ പറ്റിച്ചു. 1.5 മാസം അല്ല, 1.5 മാസത്തോളം ഇവനെന്നെ പറ്റിച്ചു. പെട്ടെന്ന് ഒരു ദിവസം ഒരു ലൈവിലാന്ന് തോന്നുന്നത് നിന്നെ ഞാൻ പിടിച്ചതല്ല, ചിക്കൻ കറിയോ ചില്ലി ചിക്കൻ, ഏതോ ഒരു ചില്ലി ചിക്കൻ ഇവൻ ഏതോ ഹോട്ടലിന് മേടിച്ചോണ്ടെന്ന് അത് തിന്നോണ്ടിരിക്കുമ്പോ അതെനിക്ക് എന്തോ സംശയം തോന്നിയത്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇവന്റെ കള്ളത്തിനെ ഞാൻ പിടിക്കണം. ഇവന് കുക്കിങ്ങുമായിട്ട് ഇവര് തിന്നാനാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ച് എന്തായാലും 1 മാസം നമ്മൾ ഒരുമിച്ചായി. പിന്നെ ഭയങ്കര ബോണ്ടായി. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര അടുത്തു. പിന്നെ ഒഴിവാക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇങ്ങനെ ഒന്നിച്ചെന്നെ കുറെ കാലായി. പിന്നെ ഇപ്പൊ MRZ മമ്മു മമ്മ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂന് പണിയൊന്നുമില്ല. മമ്മ ഇപ്പൊ നമ്മളെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂനെ ഒരു നിലയിൽ എത്തിക്കണം എന്നാണ് എന്റെ ഇപ്പത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മമ്മൂന്റെ കാര്യം തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാരും പ്രയോറിറ്റി തന്നെ, പക്ഷെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മമ്മാണ്. പിന്നെ എല്ലാരും ഗ്യാങ്ങിലുള്ള എല്ലാരും ഒരു സ്റ്റേജിൽ എത്തിക്കണം, അതാണ് ഗോൾ. അടുത്ത ആള് ജാസിനെ പരിചയപ്പെടുത്തിയില്ലേ? ജാസിനെ കുറിച്ച് 2 വാക്കും കൂടി പറയാനുണ്ട്. ഇല്ല, അത് കുറച്ച് ഇവളെല്ലാം ചേർത്ത് കൊടുക്കും.
ഗ്ലാസിയും എന്നെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ എന്നൊന്ന് സ്കാം പറ്റിച്ചിട്ടുണ്ട്. സംഭവം വെച്ചാല് ഇവരെ കുക്കായിട്ട് എടുക്കുമ്പോ എനിക്കൊരു എഡിറ്ററിനെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇവൻ വരുമ്പോ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് മാത്രമല്ല എഡിറ്റിംഗ് കൂടി അറിയാം. ടെക്നിക്കലി ഞാൻ ഭയങ്കര ഇതാണ്, ടെക്നിക്കൽ നോളജ് കൂടുതലാണ്. ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. അപ്പൊ കുക്കിങ്ങിന് എന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കൂടി വേറെ എന്നെ എടുത്തോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇവനെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ സംഭവം കുക്കിംഗ് അറിയാം, പക്ഷെ ബാക്കിയെല്ലാം കളവായിരുന്നു. കാരണം എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ രണ്ടുപേരും അത്രേ അതായത് ഒരു കുക്കിന് ആണെന്നുള്ള വീഡിയോ ലൈവില് കണ്ട സമയത്ത് വേറെ ഒന്നും ഓപ്ഷൻ. ഞാൻ പറഞ്ഞു എങ്ങനെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ എന്നെ എടുക്കുന്നില്ല. ഇഷ്ടംപോലെ പ്രൊഫഷണൽ ഷെഫുമാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ടെക്നിക്കൽ വരെ എല്ലാ കാര്യം ഞാൻ മാനേജ് ചെയ്ത് അടിപൊളി എന്തെല്ലോ തള്ളി വിട്ടില്ല. കാരണം എനിക്ക് നടത്താൻ പറ്റി. അല്ല ഇവന്റെ ഫുഡ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കാണ്ട് കൂടും. പിന്നെ ഇപ്പൊ 2 മാസം നമ്മൾ ഒരുമിച്ചായി നമ്മള് സെറ്റായി. ലൈഫിൽ തന്നെ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതിന് മുമ്പല്ലോ ഞാൻ കോളേജിലാണ് പഠിച്ചത്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഏകദേശം എനിക്ക് ഡിഗ്രി വരാൻ ഇതേപോലെ കോളേജിൽ നിന്ന് പഠിച്ചതാ. മാസത്തിൽ ഏകദേശം 3 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ചെറുകനുള്ളിൽ ഇടിക്കുന്നുണ്ടാവും. അപ്പൊ കേരളത്തിൽ പല ഭാഗത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, വയനാട് കോഴിക്കോടൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്നപ്പോ നമ്മളിങ്ങനെ പഠിക്കാൻ പോയാൽ അറിയാലോ, ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ 2-3 കൊല്ലമൊക്കെ ബിസിനസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അവസാനം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ 2 കൊല്ലം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അതിന്റെ ചെറുങ്ങനെ ഫ്രീലാൻസ് വർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫുഡിനും കാറ്ററിങ്ങും പിന്നെ തട്ടടിലൊക്കെ. അപ്പൊ എനിക്ക് പിന്നെ തോന്നി ഇങ്ങനെ ജീവിച്ചപ്പോ എവിടെയെങ്കിലൊക്കെ എത്തണം, വലിയ എത്തണം. എനിക്ക് ഇവർ ഭയങ്കര ഇൻസ്പയർ ആണ്. കാരണം വെച്ചാൽ ഇവന്റെ ആപ്പതാ കളിയും പരിപാടിയും കാര്യങ്ങളും എന്ത് കളി വെച്ചാൽ കുറെ പേരുണ്ട് ജോളോ ചിപ്സ് എടുത്തിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാല് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ളിനുള്ളിൽ ചിലപ്പോൾ ചെയ്യണം ആഗ്രഹമാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് വിചാരിക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ ഒന്നും എനിക്കും ആഗ്രഹം എവിടെയെങ്കിലും എത്തണം, അറിയപ്പെടുന്നു. നോക്കുമ്പോ ആ സമയത്ത് കേരളത്തില് കത്തി നിൽക്കുന്ന ആള് മൂപ്പരാണ്. അപ്പൊ ഒരു ആരെങ്കിലൊക്കെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചാൻസ് ആകെ കുക്കിങ്ങിന് കിട്ടി. ഞാൻ കേറി അടിച്ച് വേഗം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാരണം ഇപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എഡിറ്റർ ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ട് എഡിറ്ററെ നമ്മൾ തപ്പിക്കൊണ്ട് അല്ല ഇല്ലെങ്കിലും പരിപാടിയും പിന്നെ അതേപോലെ തന്നെ മസാല ദോശ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എഡിച്ചും കൂടി ചെയ്യാനാവില്ല. ആള് നൈസാ. കാരണം വെച്ചാല് മൂപ്പർക്ക് സത്യം പറഞ്ഞാൽ വെക്കേണ്ട ആവശ്യം വെക്കേണ്ട ആവശ്യമുണ്ടല്ലേ. ഒന്നുമില്ല, ഞാൻ തട്ടിക്കൂട്ടി എന്നെ കൂടെ അടിച്ച് ചെയ്യിപ്പിച്ചേ. ഞാൻ വിചാരിച്ച എങ്ങനെയെങ്കിലും കഴിച്ചായി പോവാന്നല്ലോ. അടിച്ച് ചെയ്യിപ്പിച്ച എനിക്ക് മനസ്സിലായി ഇനി അധികം പണി പാട് ഇവിടെ പോണ്ട മമ്മു കുറച്ച് അത്യാവശ്യത്തിന് കഴിക്കും. അതായത് ദോശയിലാണെങ്കിൽ ഒരു 10-15 കഴിക്കും. അത് അങ്ങനല്ല, മസാല അല്ല അങ്ങനല്ല, വിശപ്പ് അടങ്ങുന്നവരെ കഴിക്കും. എനിക്ക് പേടിയാണ്. കാരണം നമ്മള് മസാല ദോശ ഒക്കെ ഉണ്ടാക്കും എല്ലാവർക്കും. അല്ല ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അറിയിട്ടുണ്ടോ എന്താ ഫുഡ് കഴിക്കാൻ? എന്താ മന്തിയോ? മന്തി നിങ്ങൾക്ക് എത്ര ആൾക്കുള്ളതാ പറഞ്ഞത്? നമ്മളിപ്പോ 8 പേർക്കുള്ളല്ലോ പറഞ്ഞത്. അതൊരു 15ലേക്ക് മാറ്റേണ്ടി വരും. അല്ല ഇപ്പൊ നിങ്ങൾക്ക് അല്ല ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിലാവും മമ്മു എത്ര തിന്നു എന്നുള്ളത് മനസ്സിലാവും. അല്ല എനിക്ക് ഫുഡ് കിട്ടിയില്ല ഭയങ്കര ഒരു ടെൻഷനാണ്. ഭയങ്കര ടെൻഷനാണ്. 2 ദിവസം അങ്ങനെ ഡിപ്രഷനിലായി പോലും. ഇപ്പൊ മന്തിയാ കോഴിയാ ഫ്രൈഡ് ചിക്കൻ എന്താണെങ്കിൽ ഡയറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അവരൊക്കെ ഡയറ്റ് എടുക്കും. ഓരോ പ്രോട്ടീൻ പൗഡർ, ബൂസ്റ്റ് ഇങ്ങനത്തെ എല്ലാം രാത്രി വന്നിട്ട് നൈസായിട്ട് ഫ്രിഡ്ജിന്റെ ഒച്ചലും കേൾക്കുമ്പോ വരിക. നമ്മളെല്ലാരും ഡയറ്റ് ഇപ്പൊ ജിമ്മിൽ പോകുന്നോണ്ട് നമ്മള് ഏകദേശം എത്ര പേരുണ്ട്? നമ്മള് 3-4-5 പേരും ഡയറ്റാ. ഇവര് 2 പേരാണ് സീന്. ഇവരുടെ ഡയറ്റ് കൊണ്ട് കുറെ എനിക്ക് തച്ചും ചെയ്യാം. ഈ പീരങ്കിയ തലയിൽ പൂക്കിട്ട് കിട്ടിയത് ടാങ്കറിനെ കുറിച്ചാ പറയുന്നത്. ഫിറ്റാന്ന് ഇങ്ങനെ കണ്ട നല്ല കാതലുള്ള സാധന. കാതൽ മീൻസ് നല്ല അടിപൊളി ബോഡി ഗാർഡാണല്ലോ. എന്തിനും പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ. അടുത്ത ഇൻട്രോഡക്ഷൻ The one and only റാംബോ. റാംബോ നമ്മളെ മറിച്ച് കഴിഞ്ഞാൽ അടുത്ത മെമ്പർ.
ബോഡി ഗാർഡായിട്ട് വന്നതാണ്. അവന്റെ ജോലി വളരെ കൃത്യമായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ നമ്മളെ ഗ്യാങ്ങിൽ തന്നെ ഒരു ജോലി ഏൽപ്പിച്ച ഇപ്പൊ ബാക്കി എല്ലാരും ഉഴപ്പലുണ്ട്, വക്കീലടക്കെ ഉഴപ്പലുണ്ട്. പക്ഷെ റാംബോ എന്ന് പറഞ്ഞാൽ ഉഴപ്പില്ല, നോ ഉഴപ്പ്. ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യും. ചെറിയ ചെറിയ ഉഴപ്പുകളുണ്ട്, ഞാൻ അപ്പൊ തന്നെ പറയും, എന്റെ കയ്യിൽ നിന്ന് വഴക്കുള്ളൂ, പക്ഷെ ജോലി കൃത്യമായിട്ട് ചെയ്യും. പിന്നെ റാംബോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോയലാണ് ഭയങ്കര ലോയലാണ്. റാംബോ പറയട്ടെ, റാംബോനെ കുറിച്ച് റാംബോ തന്നെ പറയും. എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ വന്ന് തൊപ്പിയുടെ അടുത്തോട്ട് വരുമ്പോ ഇവരെ അടുത്ത് തൊപ്പിനെ എങ്ങനെയാ ഇതാക്കാ? ആദ്യമായിട്ട് നമ്മള് അവരടുത്ത് അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇത്തിരി ബലമൊക്കെ പ്രയോഗിച്ചൊക്കെ മാറ്റുമായിരുന്നു. പിന്നെ ഇപ്പൊ മനസ്സിലായി ഇനി കൂടുതൽ ബലം പ്രയോഗിച്ച് എല്ലാവരും കൂടെ നമ്മളെ കയറി അടിക്കും. കാരണം 1-2 പേരല്ലേ പറഞ്ഞത്, അത്രയും പേരാണ് ഒരുമിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി പറഞ്ഞവരടുത്ത് സ്നേഹത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അത്യാവശ്യമുണ്ട്, തിരക്കുണ്ട്, ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നടന്നാൽ മതി. ഒരുപാട് ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും കൂടെ ഒരാളും കൂടെ സഹായത്തിന് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ബോഡി ഗാർഡും കൂടെ വേണ്ട. തൊപ്പി പറ, ബാക്കി കൂടെ പറ. റാംബോനെ കുറിച്ച് റാംബോനെ പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് തൊപ്പിയുടെ വീട്ടിലുള്ള ജീവിതം? വളരെ സന്തോഷമായിട്ടുള്ള ജീവിതം. സ്വന്തം ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മുതുങ്ങല് നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെയും കാട്ടി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പുറത്ത് പോയിട്ട് ഇത്ര സമയത്ത് കയറണം, വീട്ടിൽ കയറണം, പുറത്ത് രാത്രി വിടൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പോയി കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഈ 40 വയസ്സുള്ള ഇവരെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം ഞാൻ. എനിക്ക് 26 വയസ്സായിട്ട്. ഇവരാണ് ചുമ്മാ എനിക്ക് 40-50 വയസ്സൊക്കെ. എനിക്ക് 26 എന്റെ ഏജ്. ബോഡി ബിൽഡിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും. മുടി ഇങ്ങനെ കെട്ടിയതിന്റെ പിന്നിൽ എന്താ? മുടി ക്യൂട്ടാണെന്ന് ഫേസ്ബുക്ക് യുഗത്തിന് കയറി വരാത്ത ആറ്റിറ്റ്യൂഡും ഇവന്റെ ഡ്രസ്സിംഗ് എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നി ഇവൻ കുറച്ച് ജെൻസി അങ്ങനത്തെ പരിപാടിയാണ്. പക്ഷെ ഇവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ്. ഇവന്റെ മൈൻഡ് സെറ്റ് ഏകദേശം കുറച്ച് ബാക്കിലേക്കാണ്. ഇന്റർവ്യൂ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരിയും ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. എന്റെ ശരിക്കുള്ള ഒരു ശരത്. ഞാൻ തന്നെ ഇവന്റെ വൃത്തിയിട്ട പേര്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് വെച്ചാൽ MRC ആദിൽ എന്റെ കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റന്റ് കസിനാണ്, പക്ഷെ എനിക്ക് എന്റെ അനിയനെ പോലെയാണ്. ചെക്കൻ ആദ്യം സംഭവം പറഞ്ഞാൽ ഇവൻ വെക്കേഷൻ ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവന്റെ ഉമ്മ എന്റെ അടുത്തേക്ക് അയച്ചതാണ്. വെക്കേഷൻ ടൈം ഈ വീഗാലൻഡിലേക്കെല്ലാം അയക്കുമല്ലോ, അതുപോലെ നമ്മളെ ഗ്യാങ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. പിന്നെ നമ്മള് ഒന്നിച്ചെന്നെ ആയി, ഇവനെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ക്ലാസ് തുടങ്ങാനായല്ലോ. ഒരുപാട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ ക്രഷ് ആണ് അതില്. ക്രഷ് ആണ്. ഐഡിയ കൊടുക്കാനുള്ള മെഹനാസാ അന്വേഷണം പറഞ്ഞു. ഐഡിയ മേനാസ് എന്ത് ചെയ്ത് മറ്റേ ഇത് കത്തി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കും. 10-ലോ? ഞാൻ +1 കഴിഞ്ഞു. അടുത്ത MRS വക്കീൽ. ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ല, ഞാൻ കാര്യം പറട്ടെ, നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എന്താ പറയാ, ഞാൻ തൊപ്പി അല്ലെങ്കിൽ നിഹാദ് അതിന്
എന്റെ ഈ ഇതിനെല്ലാം ശേഷമാണ് എന്റെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്നതിന് ശേഷമുള്ള ആൾക്കാരാണ് ഇതല്ലേ. ഇതെല്ലാരും എന്റെ ഫാമിലി തന്നെയാണ്. പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ചെറുപ്പം തൊട്ട് എന്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഓനില്ലേ ഓനെ കട്ടെ ഇവർ രണ്ടുപേരും ഇത് MRC ഷമീർ, ഇത് MRC മുനു. MRC മുനു അങ്ങനെ MRC ഒന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് MRC പേരിട്ടെന്നേ ഉള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള എന്റെ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. എന്റെ ലൈവ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇവര് നമ്മളെ സ്റ്റോറി അല്ല. നമ്മളൊരു 15 ആയിട്ടില്ല, 15 റൗണ്ട് ചെയ്ത് പറയുന്നത്. നമ്മള് 12 വർഷമായിട്ടുള്ളൂ, 12-13 വർഷമായിട്ടുള്ളൂ. അപ്പം ഓക്കെ. അപ്പൊ MRC ഷമീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഷമീറിനല്ലേ SJP വിളിക്കണേ? ഷമീറിനാണ് SJP എന്ന് വിളിക്കുന്നത്. കാരണം ഇവന് അലിൻ ജോസ് പെരേരയുടെ കട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ SJP എന്ന് വിളിക്കുന്നത്. നമ്മള് ഓഡിയൻസ് അങ്ങനെ പറയില്ലല്ലോ. എന്നെ ഓഡിയൻസ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പറയുന്നതാ, അത്രേ ഉള്ളൂ. അല്ല, ഓഡിയൻസ് ആണ് ഇവരെ. അല്ല, ഷമീറിനെ അങ്ങനെ കാണുന്നത്. ഷമീറിനെ ഞാൻ കാണുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ്. മുനുവായാലും എന്റെ ഇവർ രണ്ടാളും എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ്. അതായത് എന്റെ എത്ര ലോ ടൈമിലായാലും എത്ര ഹൈ ടൈമിലായാലും എന്റെ കൂടെ ഞാൻ ആയ കാലം തൊട്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. എന്റെ അത്രയും ഡിപ്രസ്ഡ് സ്റ്റേജുകൾ ഇവര് കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയും പ്രൈമിൽ പോയ ടൈമും ഇവരെന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാ അല്ലല്ല, ഞാൻ ബുദ്ധിങ്ങിയതല്ല, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയത്. ഞാൻ ഇവരെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ കുറച്ച് സൈലന്റ് ആയിപ്പോയതാ, സോറി. അപ്പം അയ്യേ അവിടെ നിങ്ങള് മറ്റേ ഇതിന്റെ പേര് പറയാൻ പറ്റില്ല, വേറെ ചാനലിന്റെ പേര് പറയാൻ പറ്റില്ല ഇവിടെ. അവരെ പോലെ അല്ലല്ലോ അല്ലെ. അപ്പം ഇതെന്താ ഞാൻ തന്നെ സംസാരിച്ചു കൊടുക്കുന്ന ഇത്രയും ഗ്രോത്തിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ്? ഫസ്റ്റ് മുതൽ കഥ പറയണോ അല്ലെങ്കിൽ കഥ പറയാം? നമ്മള് കഥ പറയട്ടോ. നമ്മള് പരിചയപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെ കണ്ടു, അതിന് ശേഷമുള്ള ഈ 12 വർഷം വരെ അങ്ങനെ പറഞ്ഞ കൊറേ സമയം എടുക്കും. ചുരുക്കി പറ, 2 മിനിറ്റിൽ പറ. ഞാൻ ഒരു 8ാം ക്ലാസ് ആ ടൈം പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഇവൻ പെയിന്റ് അടിക്കാൻ വന്നത്. വീട്ടില് പെയിന്റ് അടിക്കാൻ വന്നായിരുന്നു. ഞാൻ 9ാം ക്ലാസ് ആകുമ്പോ പഠിത്തം നിർത്തി. ഇവൻ എന്നെക്കാൾ 2 വയസ്സുള്ളതാ. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിത്തം നിർത്തി, ഞാൻ പണിക്കിറങ്ങി, പണിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പല പല പണികൾക്കും പോയിട്ടുണ്ട്. ഫസ്റ്റ് പോയത് പെയിന്റ് പണിയാന്ന് തോന്നുന്നു അല്ലെ. ഫസ്റ്റ് പെയിന്റിന്റെ പണിയിലാണ് തുടങ്ങുന്നത്. പിന്നെ ഇറച്ചിക്കടയിൽ, കോഴിക്കടയില് ഇറച്ചി വെട്ടാന്, പിന്നെ കല്ലിന്റെ പണി, പിന്നെ വയറിങ്, പ്ലംബിങ്, പിന്നെ കൊറേ ഉണ്ട്. ഒരു 10 കൂടുതലുണ്ട്. 10-15 പണിന്റെ കൂടുതലുണ്ട്. മൊബൈൽ ഷോപ്പ്, പോളിഷ്, പിന്നെ കൂർഗിൽ ഡ്രസ് ഷോപ്പ്, ഫുട്പാത്ത് കച്ചവടം. ഞാൻ കൂർഗ് അറിയോ? മൈസൂർ അടുത്തല്ലേ? കൂർഗില്. ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ടുണ്ട്. അതായത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പണിക്ക് ഇറങ്ങിയല്ലോ. അതിനുശേഷം അതിലേറ്റവും മെമ്മറബിൾ പണി എന്ന് പറഞ്ഞാൽ ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ട് കുശാൽ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കർണാടകക്കാരുടെ ഇടയിലായിരുന്നു. അവിടെ ഒരു ഡ്രസ്സിന്റെ, അതായത് ഫുട്പാത്തിൽ ഡ്രസ്സ് വെക്കുന്ന ഒരു പണിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വയസ്സുകളുടെ ഡ്രസ്സുകളാണ്. അതിലിങ്ങനെ 30 രൂപ ഉളകട പന്നി 30 രൂപ വിളിച്ച ആളെ കൂട്ടി, ഇങ്ങനെ കൈകൊട്ടി വിളിച്ച ആളെ കൂട്ടി ഇത് കച്ചവടം ചെയ്ത്. അതാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ആദ്യത്തെ ജോലി, ആദ്യം ഞാൻ ജോലിക്ക് വന്നു തുടങ്ങിയത് പെയിന്റ് പണിക്കാം. അപ്പൊ ആദ്യത്തെ പണി ആദ്യത്തെ വീടായിരുന്നു ഞാൻ പെയിന്റ് അടിക്കാൻ പോയത്. അല്ല അങ്ങനെയല്ല. ഓക്കെ, അപ്പം ഞാൻ പെയിന്റ് പണിക്ക് പോയ ഏതോ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീട്ടിൽ പോന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ പെയിന്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇവനെ കാണുന്നുണ്ട്. ഇവനവിടെ ഇവൻ 8ാം ക്ലാസ്സിൽ, ഞാൻ ഇവനേക്കാൾ 2 വയസ്സ് മൂത്തിട്ട്. അപ്പം
ഇവനിങ്ങനെ ആലോചിക്കുന്നത് എന്റെ പ്രായത്തിലുള്ള ഒരാള് എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ എന്റെ പ്രായത്തിൽ ഞാൻ ആലോചിക്കുന്നത് ആ ടൈമിൽ ഒരു താടി മീശെല്ലാം ഭയങ്കര കട്ടിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. മൂത്ത ഒരാളെ പോലെ ആയിരുന്നു ഞാൻ കണ്ടത് ഫസ്റ്റ്. കൊറേണ്ടല്ലോ മൂത്താപ്പ അളാപ്പ അല്ല വയസ്സ് പറഞ്ഞപ്പോ 2 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെ പെയിന്റ് അടിച്ചോണ്ട് വന്ന് നിന്നെ പരിചയപ്പെടുന്നല്ലേ. അങ്ങനെ നമ്മള് പ്രണയത്തിലായി. അല്ല പ്രണയം പോലെ തന്നെ എന്ത് പ്രശ്നമില്ല ഇവർ അങ്ങോട്ട് സംസാരിക്കാം. അല്ല എല്ലാം അല്ല ഞാൻ ഏറ്റവും കൂടുതൽ സംസാരം കൊണ്ട് എന്ത് പ്രശ്നം ഷമീറ പിന്നെ മുനു എന്റെ മോനോ. അപ്പൊ ഇവൻ വലിയ വീട്ടിലെ പ്രണയത്തിലായി. ഞാൻ തമാശ അതൊന്നും എടുത്ത് ഇതാക്കി ഹൈലൈറ്റ് ആക്കി ഇടല്ലേ പ്ലീസ്. ഷമീറും പ്രണയത്തിൽ അപ്പൊ നമ്മള് അപ്പൊ ഇവൻ നമ്മള് കമ്പനി ആവുന്നത് ഇവന്റെ വീട്ടിലായിരിക്കും ഇഷ്ടമല്ല. മീൻസ് ഇവന്റെ ഉപ്പെല്ലാം ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യം നമ്മള് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. കാരണം ഇവൻ വലിയ വീട്ടിലെ ചെക്കനാ. ഞാനെന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് പണിക്ക് കല്ലിന് പണിക്ക് പോകുന്ന കുടുംബമൊക്കെ അത്യാവശ്യം നല്ലതന്നെയായിരുന്നു. അങ്ങനെയല്ല, കുടുംബത്തിന്റെ അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ അവിടെ പെയിന്റ് അടിക്കാൻ വന്ന ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ കഥ എങ്ങനെ അവരറിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് പറയണോ? അത് ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. അത് സംഭവം എന്ന് വെച്ചാൽ 9ാം ക്ലാസ് ഞാൻ ഒരു മോശണ കേസിന് എന്നെ പിടിച്ചിന് ചെറുപ്പത്തില്. അപ്പൊ അതിനുശേഷം നാട്ടിലെല്ലാവർക്കും അറിയാം ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു തുറന്നു പറയാലോ, കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നത്? അതാ ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് പോലും ആ കള്ളനെ നോക്കുന്ന രീതിയിലൂടെ തന്നെ ഇവനെ കണ്ടോണ്ട് ഒരു കള്ളനെ കാണുന്ന രീതിയിൽ തന്നെ ആൾക്കാരെ കണ്ട. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് സ്വന്തം മകൻ കൂട്ടുകൂടുന്നത് ഏതൊരു പാരന്റ്സിനും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ ഇവന്റെ പാരന്റ്സിന് എന്റെ കൂടെ കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് 0 ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളെ ആരും ഒന്നിച്ച് നടത്തിക്കൂലല്ലോ, നാണക്കേടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഫ്രണ്ടാണ് ഷമീർ. ഷമീർ കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നിനെ പരിചയപ്പെടുന്നത്. മുന്നുമായിട്ട് ഞാൻ ഷമീറിനെക്കാളും അടുത്തു, പക്ഷെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് ഷമീറിനാണ്. അങ്ങനെ മുന്നിന് ഷമീറിനായി. നമ്മളെല്ലാം ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്ററിന് ഉള്ളിലാണ് വീടുകൾ, അടുത്തടുത്താ. കുറച്ച് ദൂരമുള്ളൂ. അല്ല, അതായത് ഞാൻ പറഞ്ഞ നമ്മള് 4 പേരായിരുന്നു ഗ്യാങ്ങില്. അതായത് മുനു, ഷമീർ, ഞാന്, പിന്നെ മുനുവിന്റെ കസിൻ ഉണ്ട്, മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തതാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസൽ എന്ന പേര്. നമ്മള് 4 പേരായിരുന്നു ഒരു ഗ്യാങ്. അപ്പം ഇവരെല്ലാരും ഒരു നാട്ടിലാ. എന്റെ നാട് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഇപ്പുറത്താ. എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത്ര ദൂരം വന്ന് ഫ്രണ്ട്സിനെ ആക്കിയതാ. അപ്പം ഇവനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഇവന് വഴി മുനുവിനെയും പരിചയപ്പെട്ടു. അങ്ങനെ മുനു വഴി മുനുവിന്റെ കസിനായ ഫസലിനെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ 4 പേരും ഒരു ഗ്യാങ്ങായി അങ്ങനെ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നതാ. മുനുവിനെ പരിചയപ്പെട്ട എങ്ങനെയാണോ? മുനുവിനെ ഫസ്റ്റ് കാണുന്ന എങ്ങനെ തട്ടുകടയൊന്നും അല്ലേ? മുന്നിൽ തട്ടാടുണ്ട്. മുനുവിന്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ കണ്ണൂര് ഫേമസ്, ഭയങ്കര ഫേമസ്. ബച്ചൂസ് തട്ടുകട. പ്രൊമോഷൻ ആയാലോ? പിന്നെ നല്ല കുക്കിംഗ്. ഞാൻ എന്ത് ഉണ്ടാക്കുമ്പോഴോ പിന്നെ മല്ലിപ്പൊടിന്റെ മണം വന്ന മല്ലിപ്പൊടി കുറച്ച് കൂടുതലുണ്ട്. മല്ലിപ്പൊടി കുറച്ച് അപ്പൊ എല്ലാ ടേസ്റ്റ് ബഡ്സും കറക്റ്റ് ആക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് തന്നെ സെറ്റ് ആയി തരും. അല്ല, ഈ ബച്ചൂസ് തട്ടുകട എന്നുള്ള പേര് കണ്ടിട്ട് നോക്കണ്ട, വലിയ സെറ്റപ്പാ, സംഭവം അടിപൊളിയാ അല്ല? വലിയ താറപ്പായും പന്തലും. അങ്ങനല്ല സംഭവം, അവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ്. അവിടെ ഫുൾ ക്രൗഡാ, നല്ല ക്രൗഡാ അവിടെ. അപ്പം മുനു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്? ഇപ്പൊ 10 8 12 വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ മുനു ഇവിടെ വന്ന് നമ്മളിവിടെ ചില്ല് ചെയ്ത് നടക്കും, അവിടെ അവര് പണിയെടുക്കും, ഇവർ രാത്രി കണക്ക് ഇവന് കിട്ടും. അതാണ് ഇപ്പൊ മുനുവിന്റെ ലൈഫ് അല്ല. പിന്നെ എത്രത്തോളം ഹാപ്പിയാണ്? ഇപ്പം തൊപ്പിയുടെ ഗ്രോത്ത് ഫുൾ കണ്ടിട്ടുള്ള ഒരാളല്ലേ, അപ്പം എത്രത്തോളം ഹാപ്പിയാണ്? ഒരു പീക്കിലാണ് ഉള്ളത്.
ബാക്കിയില്ല ഇപ്പൊ ഒരു പീക്കിലാണുള്ളത്. തുറന്നു പറ. എന്താ പറയാ പഴല്ല പോണ്ടേ എന്താ ഒതുങ്ങിയത് അല്ല മുന്നേ എന്താ പറയുന്നത് എല്ലാരും മുന്നിൽ തന്നെ. എല്ലാരും മുന്നിൽ തന്നെ പീക്കിൽ നിൽക്കും. വേറെന്താ ചോദിച്ചു ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. എന്നോട് ചോദിച്ചത് ഇതിന്റെ വളർച്ചയിൽ നിനക്ക് എന്ത് തോന്നുന്നു ചോദിച്ചാ. അതല്ലേ പറയുന്നത് ഞാൻ ഹാപ്പിയാണ്. ഞാൻ പീക്കിലാണ്. അതെ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ആ മുമ്പുണ്ടായ സീനൊക്കെ കണ്ടതായിരുന്നു നേരിട്ട്. ആ കേസ് വന്ന സമയത്തൊക്കെ വളാഞ്ചേരി കേസ് വന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ സ്ട്രഗിൾ എന്താണെന്നുള്ള അറിയാം. പിന്നെ മുനുവിന്റെ സ്വപ്നങ്ങളെല്ലാം മുനു യാഥാർത്ഥ്യമാക്കുന്നത് എന്നിലൂടെയാണ്. മുനുവിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫോർച്യൂണർ എടുക്കണം എന്നുള്ളത്. ഞാൻ 2 ഫോർച്യൂണർ വാങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഒന്ന് എനിക്കും. പിന്നെ മുനുവിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ BM ആയിരുന്നു. BM മുനുവിന്റെ മാത്രം ആഗ്രഹമല്ല, BM വേറൊരു സ്റ്റോറിയാണ്. അത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ തീർത്താം. അപ്പൊ മുനുവിന്റെ പല ആഗ്രഹങ്ങളും മുന്നു സാധിക്കുന്ന എന്നിലൂടെയാണ്. അങ്ങനെ ഒരു സംഭവം അടുത്ത വണ്ടി കൂടി ആയല്ലോ. പിന്നെ അവർക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാം. വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ അതിന്റെ അടുത്തെന്താ നിന്റെ ആഗ്രഹം? ഇപ്പൊ മുനുവിന്റെ അടുത്ത ഗോൾ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ലോകം അറിയപ്പെടുന്ന മോഡലാണെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ മുഖം വെച്ച് പെരിച്ചായിനെ പോലുള്ള മോന്ത വെച്ചിട്ട് ഉണ്ണിമുഖം. ചെറിയ 30 വയസ്സുണ്ട്. ക്രഷ് അടിച്ചതാ സംഭവം. മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ല? ഇന്റർവ്യൂ ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ കണ്ടാല് കാണുന്നല്ലോ പറഞ്ഞേ. ഇപ്പൊ കണ്ടാ മതിയാണ്. നീ ഇന്റർവ്യൂ കണ്ടോ? ഇപ്പൊ കണ്ടാ പിന്നെ അടുത്ത വക്കീല്. വക്കീല് എന്ന് പറഞ്ഞാൽ മാർജിൻ ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അങ്ങനെ ഒരാളാണ്. അവിടെ എന്താ നമ്മള് ഈ ചാനലിന്റെ ഡയറക്ടർ പറയാ മീശ മാധവന്റെ സെലീം കുമാറിന്റെ റോളാണ്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് വക്കീലിന്റെ ജോലി എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും കുറെ കേസുകളുണ്ട്. ഇങ്ങനെ കള്ളക്കേസായിട്ടും ശരിക്കുള്ള കേസായിട്ടും പല കേസുകളുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഇനി വരാൻ സാധ്യതയുള്ളതും വരാൻ സാധ്യതയുള്ള അക്യൂസേഷൻസും ഇതിനെല്ലാം ലീഗൽ അഡ്വൈസ് പിന്നെ ഓൾറെഡി ഉള്ള കേസുകളിൽ ഒരു പകുതിയോളം വക്കീലാണ് നോക്കുന്നത്. എന്റെ എല്ലാ കേസും അല്ല, പകുതി കോൺട്രാക്ട്സും കാര്യങ്ങളാണ് ഇപ്പൊ നോക്കുന്നത്. ആസ് ഓഫ് നൗ നോക്കുന്നത്. പിന്നെ കുറച്ച് ബ്രാൻഡ് അംബാസിഡർ കോൺട്രാക്ട്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് കോർപ്പറേറ്റ് മീറ്റിംഗ്സ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് റൂട്ടർ പറഞ്ഞിട്ട്. അതുമായിട്ട് ഒറ്റ കോർപ്പറേറ്റ് മീറ്റിംഗ് കിട്ടി. അതാണ് പറയുന്നത് ഇടക്കിടക്ക് കോർപ്പറേറ്റ് മീറ്റിംഗ്സ് ഉണ്ടാവും. അല്ലല്ല കോർപ്പറേറ്റ് മീറ്റിംഗ് ആണെങ്കിൽ നെഗോസിയേഷൻ പാർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ലീഗൽ സൈഡ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് വക്കീലിന്റെ ഒരു ഹാറ്റ്സ് ഓഫ്. അത് കാര്യമല്ല, വക്കീലിന്റെ ഒരു വാർത്തയുടെ ഒരു കഴിവാണ്. നമുക്ക് അത്രയും വലിയ ഡ്രീം ഡീൽസ് വക്കീൽ പിടിച്ചു തന്നിട്ടുണ്ട്. വക്കീലിന്റെ ടോക്കിംഗ് സ്കിൽസ് വെച്ചിട്ട് വക്കീല് നെഗോഷിയേറ്റ് ചെയ്ത് നല്ല ഡീലുകൾ പിടിച്ചു തരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. തൊപ്പിയുടെ ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കേസ് ഏതായിരുന്നു? ബുദ്ധിമുട്ടായിട്ട് അങ്ങനത്തെ കേസ് ആസ് ഓഫ് നോ ഒന്നും ഉണ്ടായിട്ടില്ല. കോൺട്രാക്ട്സ് മാത്രം സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ കേസസ് ഒന്നുമില്ല. എല്ലാം ഈ കമ്പി വളി അങ്ങനത്തെ കേസ് അറിയാലോ. അങ്ങനത്തെ കാര്യങ്ങളാ. വേറെ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച് ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി.